ശ്രീമാത്രേ നമഃ. നമ്മൾ ഇന്ന് ശ്രീദേവി അപരാധ ക്ഷമാപണ സ്തോത്രം, ആ ഒരു 12 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ടെക്സ്റ്റാണ്. അതിലേക്കാണ് പ്രവേശിക്കുന്നത്. 12 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ശ്ലോകങ്ങളും എടുത്ത് അത് ആദ്യം വായിക്കാൻ നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് പിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ശ്ലോകം എടുത്ത് അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ എന്താണ് അത് പറയുന്നതിന് കൂടെ തന്നെ നമ്മളും ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും, ശങ്കരാചാര്യ സ്വാമികൾക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അദ്ദേഹം ആരായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് വേണ്ടി അദ്ദേഹം രചിച്ച ഈ സ്തോത്രം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദേവിയുടെ പാദത്തില് വച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനയില് നമ്മുടെ ഭൗതിക ആധ്യാത്മിക ജീവിതത്തിലെല്ലാം തന്നെ ദേവി കൂടെ നിന്ന് നമ്മളെ ആ ഒരു മറുകര എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഈ ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ശ്ലോകങ്ങളും ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം പിന്നെ അതാത് ശ്ലോകങ്ങൾ എടുത്ത് പോവാം. നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രീദേവി അപരാധ ക്ഷമാപണ സ്തോത്രം. ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിമഹോ ന ചാഹ്വാനം ധ്യാനം തദപി ച ന ജാനേ സ്തുതി കഥാഃ ന ജാനേ മുദ്രാസ്തേ തദപി ച ന ജാനേ വിലപനം പരം ജാനേ മാതസ് ത്വദ് അനുസരണം ക്ലേശഹരണം വിധേരജ്ഞാനേന ശ്രവിണ വിരഹേണാലസതയാ വിധേയാ ശക്യത്വാ തവ ചരണയോര്യ ചുതിരഭൂൽ തദേതൽ ക്ഷന്തവ്യം ജനനി സകലോദ്ധാരിണി ശിവേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാന ഭവതി പൃഥ്വ്യാം പുത്രാസ്തേ ജനനി ബഹവഃ സന്തി സരള പരം തേഷാ മധ്യേ വിരളതരളോഹം തവ സുതാഃ മദീയോയം ത്യാഗ സമുചിതമിദം നോ തവ ശിവേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാന ഭവതി ജഗന്മാതർമാത സ്തവ ചരണസേവാനരചിത നവാദത്തം ദേവി ദ്രവിണമഭിഭൂയസ്തവ മയാ തഥാപി ത്വം സ്നേഹം മയി നിരുപമം യൽ പ്രകൃഷേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാന ഭവതി പരിത്യക്ത്വാ ദേവാൻ വിവിധ വിധ സേവ ആകുലതയാ മയാ പഞ്ചാശീതേർ അധികമപനീതേ തു വയസി ഇദാനീം ചേന്മാതസ്തവ യദി കൃപാനാനാഭിഭവിത നിരാലംബോ ലംബോദര ജനനി കം യാമി ശരണം ശ്വപാകോ ജൽപാകോ ഭവതി മധുപാഗോപമഗിര നിരാതങ്കോ രംഗോ വിഹരതി ചിരം കോടി കനകൈഃ തവാപർണേ കർണേ വിശതി മനുവർണേ ഫലമിദം ജനകോ ജാനീതേ ജനനി ജപനീയം ജപവിധൗ ചിതാഭസ്മാലേപ ഗരളം അശനം ദിക്പടധരോ ജടാധാരി കണ്ഠേ ഭുജഗപതിഹാരി പശുപതി കപാലി ഭൂതേശോ ഭജതി ജഗദീശൈക പദവീം ഭവാനി ത്വൽ പാണിഗ്രഹണ പരിപാടി ഫലമിദം ന മോക്ഷം സ്യാകാംക്ഷ ന ച വിഭവ വാഞ്ചാഭി ച ന മേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാഭി ന പുനഃ അതസ്ത്വാം സംയാജേ ജനനി ജനനം യാതു മമ വൈ മൃഡാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപതഃ നരാധിതാസി വിധിന വിവിധോപചാരൈഃ കിം രൂക്ഷചിന്തന പരേ നകൃതം വചോഭിഃ ശ്യാമേ ത്വമേവ യദി കിഞ്ചന മയ്യനാഥേ ധന്യേ കൃപാം ഉചിതമംബ പരം തവൈവ ആബൽസുമഗ്ന സ്മരണീയം ത്വദീയം കരോമി ദുർഗേ കരുണാർണവേഹി നദൈ ചടത്വം മമ ഭാവയേഥാഃ ക്ഷുധാതൃഷാർത്താ ജനനീം സ്മരന്തി ജഗദംബ വിചിത്രമത്ര കിം പരിപൂർണ കരുണാസ്തി ചേന്മയി അപരാധ പരംപരാവൃതം നഹി മാതാ സമുപേക്ഷതേ സുതം മത്സമപാദകീ നാസ്തി പാപഗ്നി ത്വൽസമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തഥാ കുരു മത്സമപാദകീ നാസ്തി പാപഗ്നി ത്വൽസമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തഥാ കുരു മത്സമപാദകീ നാസ്തി പാപഗ്നി ത്വൽസമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തഥാ കുരു
ഇതി ശ്രീമദ് ശങ്കര ഭഗവത്പാദ്യ വിരചിതം ശ്രീ ദേവ്യ അപരാധ ക്ഷമാപണ സ്തോത്രം സമ്പൂർണം. അപ്പോ ഈ 12 ശ്ലോകങ്ങളിലൂടെ ശങ്കര ഭഗവത്പാദർ എന്ന് പറയുന്ന അദ്വൈത പ്രതിഷ്ഠിതനായിരിക്കുന്ന ഒരു സന്യാസി വര്യൻ, അദ്ദേഹം വ്യത്യസ്ത ഉപാസനാ തലങ്ങളെ എല്ലാം പഠിച്ച് അതിന്റെ ഉൾ രഹസ്യങ്ങളെയൊക്കെ അറിഞ്ഞ് തനിക്ക് കിട്ടിയ അനുഭൂതി തലങ്ങള് മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ലോക ഉത്കർഷം മാത്രം ചിന്തിച്ചാണ് അദ്ദേഹം അനേകം സ്തോത്ര രചനകൾ നടത്തിയത്. അദ്ദേഹത്തിന് ആ ശിവപാർവതി അച്ഛനമ്മമാരുമായിട്ട് നേരിട്ടുള്ള ബന്ധം നമുക്കറിയാം. കൈലാസത്ത് പോകാനും വരാനും വരെ അദ്ദേഹത്തിന് സാധിച്ചിരുന്ന ഒരു മനുഷ്യ ജന്മമെടുത്ത ശങ്കര ഭഗവത്പാദർ. അപ്പോ തനിക്ക് കിട്ടിയ അനുഭൂതി തലങ്ങള് മറ്റുള്ളവര് അവർക്ക് കിട്ടണം. എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാതെ പോകുന്നത്, എന്തൊക്കെ തടസ്സങ്ങളാണ് അതിൽ വന്നു ചേരുന്നത്, അതെങ്ങനെ മാറ്റാം എന്ന് തനിക്ക് എഴുതുന്ന പോലെ, താൻ അതിന്റെ ഒരു വിക്ടിം ആയതുപോലെയാണ് അദ്ദേഹം ഈ പറയുന്ന സ്തോത്രങ്ങളെല്ലാം തന്നെ എഴുതുന്നത്. അപ്പൊ എല്ലാവരും നന്നായിരിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും സ്തോത്രങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പോ ആ ലോകത്തിന് ഉത്കർഷം ഉണ്ടാകണമെന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം അനേക എന്താ പറയാ ആ ഒരു രചനകൾ നടത്തിയത്. ഇപ്പൊ ഗുരു, ഗണപതി, ശിവൻ, ശക്തി, വിഷ്ണു തുടങ്ങിയ ദേവതമാരെ കുറിച്ച് എല്ലാം മാത്രമല്ല, നമുക്കറിയാം നിർവാണ അഷ്ടകം, മനീഷ പഞ്ചകം, കാശി പഞ്ചകം തുടങ്ങി അനേകം ആ ഒരു ബുദ്ധിയെ ആത്മസത്തയിലേക്ക് തിരിക്കുന്ന അനേക സ്തോത്രങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കാളി, സരസ്വതി, ലക്ഷ്മി, ദുർഗ, ത്രിപുരസുന്ദരി തുടങ്ങിയ ദേവിയുടെ അനേക ഭാവങ്ങളെ കുറിച്ചെല്ലാം തന്നെ മനോഹരങ്ങളായിട്ടുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം. വൈദികം, താന്ത്രികം, വേദാന്തപരമായിട്ടുള്ള എല്ലാം തന്നെ അനേക ഉത്കൃഷ്ട കൃതികളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അദ്ദേഹം രചിച്ചതെല്ലാം തന്നെ ഉത്കൃഷ്ട കൃതികളാണ്. ഇതില് ദേവിയോട് ചെയ്ത അപരാധങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ സ്തോത്രമാണ് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം. ഞാൻ ചെയ്ത അപരാധങ്ങള് അല്ലെ, ദേവിയെ ഉപാസന ദേവതയായിട്ട് സ്വീകരിച്ച എല്ലാവർക്കും അമ്മയാണ് ദേവി, ഇല്ലെങ്കിലും ജഗദംബികയാണ്. എങ്കിലും അമ്മയെ നമ്മൾ കൂടുതൽ പൂജിക്കുന്നവര്, അമ്മയെ മാത്രം പൂജിക്കുന്നവരെന്ന് വേണമെങ്കിൽ പറയാം, വേറെ ദേവതകളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്. ഭവാനി അഷ്ടകം അങ്ങനെയായിരുന്നു അല്ലെ. അദ്ദേഹം അതിനകത്ത് പറയുന്നു, എനിക്ക് ആരെ അറിയില്ല, അഷ്ടദിക്പാലകരെയോ ത്രിമൂർത്തികളെ അറിയില്ല, ഭവാനി അമ്മയെ മാത്രമേ അറിയാവൂന്ന്. അപ്പൊ അതുപോലെ ദേവിയെ മാത്രം ഉപാസിച്ചുകൊണ്ട് എടുത്ത ഞാൻ അമ്മയോട് എന്തൊക്കെ അപരാധമാണ് അമ്മ ചെയ്യുന്നത്, എത്രയോ അപരാധങ്ങള്. ഞാൻ അമ്മയെ മാത്രം, എനിക്കറിയാം അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. ആ അറിവ് ഉണ്ടായിരുന്നിട്ട് കൂടി ഞാൻ എത്ര അപരാധങ്ങളാണ് അമ്മയോട് ചെയ്തിരിക്കുന്നത്. ഇതിനെ മാപ്പ് പറഞ്ഞില്ലെങ്കില്, അമ്മ എനിക്ക് മാപ്പ് തന്നില്ലെങ്കില് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേറെ ആരാണുള്ളത് അല്ലെ. എന്റെ അപരാധങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ സ്തോത്രമാണ് ഈ അപരാധ ക്ഷമാപണ സ്തോത്രം. ഇപ്പൊ ശക്തി ഉപാസകർ എങ്ങനെയാണ് അമ്മയെ അറിയേണ്ടത്, എങ്ങനെ ആ കടാക്ഷത്തിന് പാത്രീഭൂതരാകണം എന്നൊക്കെ ശങ്കര ഭഗവത്പാദരുടെ ആ ഹൃദയ വികാരങ്ങളിലൂടെ, അദ്ദേഹം ഓരോന്നിലും അദ്ദേഹത്തിന്റെ ഹൃദയമാണ് കാണിക്കുന്നത്. അദ്ദേഹം അമ്മയോട് ചെയ്യുന്ന ക്ഷമാപണ സ്തോത്രത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ നമ്മളും അതാണ് ചെയ്യേണ്ടത് ഇല്ലേ. നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്വൈത ആചാര്യനായിരിക്കുന്ന അദ്ദേഹം ഈ സ്തോത്രകൃതികൾ എഴുതിയതെല്ലാം തന്നെ ഉപകാരാർത്ഥമാണ്. അപ്പൊ ഭക്തിയിലൂടെ ജ്ഞാനത്തിലേക്ക് ഉയരാൻ, ആ സ്തുതിക്കാനും ആരാധിക്കാനും നാമരൂപങ്ങളാകുന്ന മാധ്യമങ്ങളിലൂടെ നാമരഹിതമായിരിക്കുന്ന ആ ശക്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ജഗദ്ഗുരുവായിരിക്കുന്ന ഭഗവത്പാദർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ആ ഒരു എന്താ പറയാ ഒരു ഒരുപാട് കൃതികൾ ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മനീഷ പഞ്ചകമൊക്കെ അങ്ങനെയാണ്. ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം. കാരണം ഒരുപാട് അപരാധങ്ങള് നമുക്കറിയാം, നമുക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ടവരാണ് നമ്മളെല്ലാം അല്ലെ. എന്തുകൊണ്ട്? ആന്തരിക ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളില് കർമ്മശുദ്ധി ഇല്ലാതെ വരുന്നതും നമ്മുടെ ഉപാസനയിൽ നമുക്ക് അനുഭവം വരാത്തതെന്ന് നമ്മളിങ്ങനെ കേൾക്കുകയും പറയും, നിരന്തരം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ, നമുക്ക് അപരാധങ്ങൾ ചെയ്യുന്നു. നമ്മൾ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ തന്നെ ആ ഒരു ഭാഗത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ മറുഭാഗത്ത് നമ്മുടെ മനസ്സുകൊണ്ടും ത്രികരണങ്ങൾ കൊണ്ടും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നു അമ്മ. അപ്പൊ ഈ അപരാധങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. അപ്പൊ ഇതില് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അപ്പൊ എന്താ, അത് തുറന്ന് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ് അമ്മ അതിന് ക്ഷമ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അപരാധം ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അമ്മ ക്ഷമിച്ച പിന്നെ എന്താ ഉള്ളത്? നമുക്ക് പൂർണ്ണമായിട്ടുള്ള
ആ ഒരു അനുഗ്രഹം കിട്ടും ഇല്ലേ? നമ്മൾ ആരോടാണോ ചെയ്തത് അവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയോട് ഞാൻ ഇതാ പറയാണ്. കാരണം അദ്ദേഹത്തിനകത്തൊരു സ്റ്റാൻസയിൽ പറയുന്നുണ്ട്, 85 വയസ്സ് കഴിഞ്ഞ ഞാനിതാ പറയുന്നു, എനിക്ക് 85 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. കാരണം ഇനി ഞാൻ എന്താ, എന്റെ ഈ ശഠത്വം, എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിനി അമ്മയുടെ അടുത്ത് വരാൻ സമയമായി. അപ്പൊ ഇനിയെങ്കിലും ഞാൻ എന്റെ കുറ്റങ്ങളെ തിരിച്ചറിയണ്ടേ, ക്ഷമാപണം ചെയ്യണ്ടേ, അല്ലെ? അത് മാത്രമേ മാർഗമുള്ളൂ. ഇനി എത്ര പുണ്യം ചെയ്താലും ചെയ്ത ദുഷ്കർമ്മങ്ങള്, അപരാധങ്ങള്, അതിന്റെയൊക്കെ പാപങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരൂലേ അമ്മേ? അപ്പൊ ഞാനിത് തുറന്നു പറഞ്ഞാൽ അമ്മ എന്നെ അനുഗ്രഹിക്കില്ലേ? അവസാനം പറയണു, ഇതെല്ലാം ഞാനിതാ പറയുന്നു അമ്മ, ഇനി യഥേച്ഛസി തഥാകുരു, അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ ചെയ്യൂ. അമ്മ അതേ ചെയ്യുള്ളൂ. കാരണം എന്താ, ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കുറ്റങ്ങള്, അമ്മ എനിക്ക് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന് 85 വയസ്സൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ആർക്കോ ചിലപ്പോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മള് ജനിച്ചവരെല്ലാം തന്നെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല 85ഓ 65ഓ 50ഓ 100ഓ അറിയില്ല നമുക്ക്. ഈ പറഞ്ഞ ആർക്കോ ചിലപ്പോ അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു സെന്റൻസ് എഴുതിയത്. എങ്കിലും അദ്ദേഹം 32 വയസ്സുള്ളപ്പോ അവതാര കൃത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ശരീരം ഉപേക്ഷിച്ച ആളാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ വരികളിൽ നിന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? അന്യർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയത്. കാരണം ഈ തടസ്സങ്ങൾ കൊണ്ടാണ് നമുക്ക് ദേവീ ഉപാസനയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തത്, ദേവിയെ അറിയാത്തത്, നമ്മൾ അമ്മ എന്ന് വിളിച്ചെങ്കിലും അമ്മയുടെ അനുഗ്രഹം കിട്ടാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് അമ്മയായിട്ട് അടുക്കാം? അമ്മയോട് പിണങ്ങിയിരുന്നിട്ട് കാര്യമില്ല, അല്ലെ? അമ്മമാരുടെ അടുത്ത് മക്കള് പിണങ്ങാറുണ്ട്, കുറെ ദിവസം മിണ്ടില്ല, അല്ലെ? അപ്പൊ അമ്മ വിചാരിക്കും മക്കള് വിളിക്കട്ടെ, മക്കള് വിചാരിക്കും അമ്മ വിളിക്കട്ടെ എന്ന്. മക്കളാണ് എപ്പോഴും അവസാനം അമ്മ തന്നെ ക്ഷമയോടുകൂടി മക്കളെ അങ്ങോട്ട് വിളിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ നമ്മുടെ ഫിസിക്കൽ മദേഴ്സ്, അല്ലെ? മക്കളായിരിക്കും കൂടുതൽ അഹങ്കാരത്തിൽ അങ്ങോട്ട് വിളിക്കാത്ത. അമ്മ ഇങ്ങനെ ചെയ്തു. കാരണം ഈ വളർത്തിയ അമ്മയാണ്. അവിടെ ക്ഷമിക്കാനുള്ള ഒരു കടമ മക്കൾക്കാണുള്ളത്, അമ്മയ്ക്കല്ല. നമ്മൾ അമ്മയെ അങ്ങോട്ട് വിളിക്കുക വേണ്ടത്. അപ്പൊ എന്തെങ്കിലും നമ്മൾ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അമ്മയോട് അങ്ങോട്ട് പറയണം, അമ്മ ക്ഷമിക്കണം അമ്മ എന്ന് പറയുമ്പോ അലിഞ്ഞു തീരാനേ ഉള്ളൂ. മക്കള് വിളിക്കാത്ത വിഷമം കൊണ്ടാണ് അമ്മമാര് ദുഃഖത്തിലിരിക്കുന്നത്. അല്ലാതെ അവര് വിളിക്കാഞ്ഞിട്ടോ മക്കളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ അല്ല. അപ്പോ എന്താണ്, നമ്മൾ ഇത് ഒരിക്കലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ അമ്മയുടെ, നമ്മളിപ്പോ സ്വന്തം അമ്മയാണെങ്കിൽ അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ആ വിഷമങ്ങളെല്ലാം ഉള്ളിൽ വെച്ച് ഒരമ്മയുടെ വിഷമം എന്താ, നമുക്ക് എന്തായിട്ടാണ് വരുന്നത്? ശാപങ്ങളായിട്ട്. ഒരമ്മ ദുഃഖിക്കുമ്പോ, അമ്മയെ വിഷമിപ്പിക്കുമ്പോ, അമ്മയോട് അഹങ്കാരം കാണിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോ, അല്ലെ? അമ്മയ്ക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴെല്ലാം തന്നെ അമ്മ ചിലപ്പോ നമ്മളെ വിളിച്ച് പറഞ്ഞെന്നിരിക്കില്ല, പക്ഷെ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം, അല്ലെ? നമ്മള് ആ അമ്മയുടെ ഉദരത്തില് 9 മാസം കഴിഞ്ഞു, ഇപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വെളിയിൽ വന്നു. എവിടെ ഇരുന്നാലും അമ്മയുടെ സ്നേഹം ഒരു കവചം പോലെ മക്കൾക്കുണ്ട്. അപ്പൊ ആ സ്നേഹത്തോടെ ഇരിക്കുന്ന അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്ന് വിളിക്കാനോ, അല്ലെ, ഒന്ന് ക്ഷമ പറയാനോ ആ ഈഗോ സമ്മതിക്കാത്ത മക്കളെല്ലാം തന്നെ അമ്മ ചിലപ്പോ ശപിച്ചെന്നിരിക്കൂല, പക്ഷെ പ്രകൃതി എന്ന് പറയുന്ന, അല്ലെ, പ്രകൃതിയാണ് നമ്മുടെ ശരീരം, അതിനകത്തിരിക്കുന്ന ആ ഒരു മനസ്സിന്റെ ദുഃഖം തന്നെ യഥാർത്ഥ മാതൃശാപം ഒരു ജന്മവും തീരാത്തതാണ്. അപ്പൊ ആ മാതൃശാപം നമ്മൾ ഏറ്റുവാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപാസന എന്നല്ല, ഇനി എത്ര കുലദേവതത്തെ പൂജിച്ചാലും, ഇനി എത്ര ഭയങ്കര വലിയ ശക്തികളുള്ള ദേവിയുടെ പല ഭാവത്തെ പൂജിച്ചാലും അമ്മ എന്നുള്ള ആ ജഗദംബിക എന്നുള്ള ഭാവത്തെ പൂജിക്കാതെ നമുക്ക് അനുഗ്രഹം കിട്ടില്ല. കാരണം അവിടെ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ തന്നെയാണ്, നമ്മൾ അമ്മയായിട്ട് തന്നെ കാണണം. അപ്പൊ അപരാധം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ അമ്മയെ തിരിച്ചറിയാത്തത്, അമ്മയെ നമ്മളൊന്ന് വിളിക്കാത്തത്, അല്ലെ? അമ്മയെ അറിയാത്തത്. അമ്മയ്ക്ക് അത്രയും മതി. വില കൂടിയ സാരിയോ ആഭരണങ്ങളോ പുതിയ മോഡേൺ ഡ്രസ്സസോ ഒന്നും അമ്മയ്ക്ക് വേണ്ട, ഇല്ലേ? എവിടെയെങ്കിലും ഇരുന്ന് ഒരു ചെറിയ ഫോൺ കോളോ അല്ലെങ്കിൽ നമുക്കൊന്ന് കാണുമ്പോൾ, ഇല്ലേ, ചെറിയ ഒരു സാധനം മതിയായിരിക്കും. നമുക്ക് ഏറ്റവും നമ്മള് കുടുംബമായി കഴിഞ്ഞാൽ മക്കൾക്കും നമുക്കും ഒക്കെ വളരെ വില കൂടിയ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അതേസമയം അമ്മയ്ക്കെന്ന് പറഞ്ഞ ഒരു കർച്ചീഫ് ഏറ്റവും വില കുറഞ്ഞത്, കാരണം അമ്മയ്ക്ക് ഇനി എന്തിനാ, വയസ്സായില്ലേ എന്നാണ് മക്കൾ വിചാരിക്കുന്നത്. ഒരു ചെറിയ എന്തെങ്കിലും സാധനം ഇല്ലേ കഴിക്കാനോ വളരെ നിസാരമായിട്ട് ഒരു ചെറിയ കാര്യമായിരിക്കും വാങ്ങിക്കുന്നത്. അവിടെ പോയി നമ്മൾ ഏറ്റവും വില കൂടിയതും മക്കൾക്ക് വേണ്ടി വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ കുറെ നാൾ കഴിഞ്ഞായിരിക്കും അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക. അമ്മയെ ഞാൻ അവിടെ പോയി അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതെന്ന് പറഞ്ഞ് അത് പഴയതായി കാണും ചിലപ്പോ. അത് കിട്ടുമ്പോ അമ്മ സന്തോഷത്തോടെ ആ നീ എന്നെ ഓർത്തല്ലോ എന്ന് പറഞ്ഞ ആ അമ്മയുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം. കാരണം അതാണ് ശരിക്കും എന്താ പറയാ, ഒരു ചെറിയ കാര്യത്തിൽ പോലും ആ കുഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം മക്കള് അമ്മയെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോ അതാണ് സന്തോഷം. അല്ലാതെ ആ ഒരു സാധനത്തിന്റെ വലിപ്പ ചെറുപ്പമോ അതിന്റെ വിലയോ അല്ല.
അത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ വാങ്ങിച്ച് എന്താ ആ സന്തോഷമാണ് അനുഗ്രഹം. ആ സന്താപമാണ് നമുക്ക് അപരാധമായിട്ട് വരുന്നത്. അത് നമ്മുടെ സാധനയെ ഉപാസനയെ ബാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജഗദംബിക, നമ്മുടെ സ്വന്തം അമ്മ, നമ്മുടെ ആത്മാവിന്റെ അമ്മ, നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാ കർമ്മങ്ങളും നിരീക്ഷിച്ച് നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ച് പ്രകൃതിയായിട്ട് ശരീരമായിട്ടിരുന്ന് നമ്മുടെ മനസ്സായിട്ടിരുന്ന് അല്ലെ കൈ പിടിച്ച് നമ്മുടെ അജ്ഞാത ബന്ധുവായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ അജ്ഞാത ബന്ധു എന്ന് പറഞ്ഞാൽ അറിയാത്ത ബന്ധു. നമ്മുടെ ബന്ധുക്കളെ എല്ലാം നമുക്കറിയാം. ആ ഒരു ഫാമിലി ട്രീയില് നമ്മുടെ ബന്ധുക്കൾ ആരാണ്? നമ്മുടെ മക്കള്, മക്കളുടെ മക്കള്, അവരുടെ ഇൻലോസ്, അവരുടെ റിലേഷൻ, ഇത്രയും പ്രത്യേകിച്ച് പ്രമുഖന്മാരാണെങ്കിൽ നമ്മൾ എണ്ണി പറയും എല്ലാവരുടെയും പേരില്ലേ. പക്ഷെ ഈ അമ്മയോ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ നമുക്ക് അറിയില്ല, നമുക്ക് പറയാൻ മടിയാണ്. കാരണം എന്താണ്? മറന്നുപോയി. അതുകൊണ്ടാണ് അജ്ഞാത ബന്ധു എന്ന് പറയുന്നത്. ശരിക്കും ആത്മബന്ധുവാണ് അമ്മ. അമ്മയില്ലെങ്കിൽ നമ്മളില്ല അല്ലെ? അമ്മയില്ലെങ്കിൽ മക്കളുണ്ടോ? ഇല്ല. അമ്മയുടെ ഉദരത്തിലൂടെയാണ് മക്കൾ വരുന്നത്. അപ്പോ ആ ഒരു എന്താ പറയുക, ദേവി എന്ന് പറയുമ്പോൾ നമ്മുടെ ജഗദംബികയാണ്, ആ ഒരു ജഗത്തിന്റെ അമ്മയാണ്. ആ ഒരു ഭക്തന് വേണ്ടി എഴുതിയതാണ് ഈ സ്തുതി. ഭക്തി എന്ന് പറഞ്ഞാല് നമ്മൾ കുറെ ബുദ്ധിയിൽ എന്താ പറയാ കയറ്റി വെച്ച് പഠിച്ച് കുറെ ശ്ലോകങ്ങൾ ചൊല്ലുന്ന അല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം, കറകളഞ്ഞ ആ ഒരു അനന്യമായിരിക്കുന്ന ശരണാഗതി, സ്നേഹമാണ് ഭക്തി. സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയെ അറിയാൻ പറ്റൂ. അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞ വേറൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മള് സ്നേഹിക്കുക. നമ്മുടെ അമ്മയെ എങ്ങനെ സ്നേഹിക്കണം? നമ്മുടെ ഈ ജഗദംബിയെ നമ്മളൊരു മന്ത്രദീക്ഷ എടുത്ത് ആ ദീക്ഷയിലൂടെ എനിക്ക് മഹാമന്ത്രമായിരിക്കുന്ന അമ്മയെ കിട്ടിയ മന്ത്രസ്വരൂപമാണ് അമ്മയുടെ ശരീരം അല്ലെ. ആ അമ്മയെ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇരുത്തിയിരിക്കുകയാണ് അല്ലെ. ആ അമ്മയ്ക്ക് എന്തൊക്കെയാ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യുന്നത്? അപ്പം നമ്മള് എപ്പോഴൊക്കെ നമ്മൾ അമ്മയെ മറക്കണോ, അമ്മയ്ക്ക് ചെയ്യുന്ന ഉപചാരങ്ങൾ മറക്കണോ, അപ്പൊ നമുക്ക് അതെല്ലാം അപരാധങ്ങളാണ്. അമ്മ വരണം എന്ന് പറഞ്ഞില്ല അല്ലെ, അമ്മ എവിടെയോ ഇരുന്നു. നമ്മൾ ചെന്ന് അമ്മയെ കണ്ടുപിടിച്ചു. എന്താ? അമ്മ ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുന്നു നമ്മൾ അറിഞ്ഞു. മഹാമന്ത്രം ജപിച്ചാൽ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും, ഭൗതികമായിട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും പോയി പല മന്ത്രങ്ങളും എടുക്കുന്നത് അല്ലെ. അത് തരാനുള്ള ഒരാളാണോ അമ്മ? ഉള്ള സൗഭാഗ്യങ്ങളെല്ലാം തരും, ഇല്ല എന്നല്ല. പക്ഷെ ആ സൗഭാഗ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ അമ്മയെ ആ രീതിയിൽ കാണുന്നില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? നമുക്ക് അപരാധങ്ങൾ ചെയ്തു പോയി. ഒരുപാട് അപരാധങ്ങൾ കൊണ്ട് അതിന്റെ കർമ്മഫലങ്ങളാണ് ഇതിനെല്ലാം കാരണം. അപ്പം ആ ഒരു എന്താ ഓരോ വ്യക്തിക്കും ദേവീ ഉപാസനയില് ദേവിയെ ഉപാസനാ മൂർത്തിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും അറിയേണ്ടുന്ന 12 ശ്ലോകങ്ങളാണ് ഭഗവത് പാദർ നമുക്ക് വേണ്ടി രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഭക്തന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പൊ എല്ലാ കൃതികളും ശൈവം, ശാക്തേയം, വൈഷ്ണവം എല്ലാം തന്നെ ആ ഒരു ലോകത്തെ ഉയർത്താനും ആ ഒരു മോക്ഷ ലക്ഷ്യത്തിനും വേണ്ടി, ആ ഒരു മനുഷ്യ ജന്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കും എഴുതിയത്. ഇതെല്ലാം തന്നെ അദ്ദേഹം എഴുതി. പണ്ഡിത മതം അങ്ങനെയാണ്. അദ്ദേഹം എഴുതിയ എല്ലാ ശ്ലോകത്തിനും എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ ദേവിയോട് താൻ ചെയ്ത അപരാധങ്ങൾക്ക് ക്ഷമാപണം ചെയ്യുകയാണ് ശങ്കര ഭഗവത്. ഒരു മകനെ പോലെ, ഒരു മകളെ പോലെ ആ അമ്മയോട് ക്ഷമാപണം പറയുകയാണ്. അപ്പൊ ദേവിയുടെ പാർവതി, ദുർഗ, ലക്ഷ്മി ഇങ്ങനെ പല മുഖങ്ങളാണ് അമ്മയ്ക്ക് അല്ലെ. പല രൂപത്തിൽ ദേവിയെ നമ്മൾ ആരാധിക്കാറുണ്ട്. ഇപ്പൊ ഒന്നിനും ഭേദമില്ലാതെ എല്ലാവരും ആരാധിക്കുന്ന ഒരു രൂപമാണ് ത്രിപുരസുന്ദരി എന്ന് പറയുന്നത്. അപ്പൊ അമ്മയുടെ വിവിധ ഭാവങ്ങളാണ് പാർവതി അല്ലെ, ഭവാനി, ദുർഗ, ലക്ഷ്മി എല്ലാം തന്നെ ആ ത്രിപുരസുന്ദരിയായിരിക്കുന്ന അമ്മയുടെ വിവിധ ഭാവങ്ങൾ തന്നെയാണ്. ജഗദംബിക രാജരാജേശ്വരിയുടെ അല്ലെ, ദേവിയുടെ ഏത് ഭാവത്തിനും യോജിക്കുന്ന ഒരു കൃതിയാണിത്. 12 ശ്ലോകങ്ങളാണ് ഈ ചെറിയ സ്തോത്രത്തിലുള്ളത്. ദേവി ഭക്തന്മാര് നിത്യവും ചൊല്ലേണ്ടുന്ന ഒരു സ്തോത്രമാണ് എന്ന് ശങ്കര ഭഗവത്പാദർ പറയുന്നു. കാരണം ഇതിലൂടെ അല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന അപരാധങ്ങളെ ക്ഷമിക്കാൻ നമുക്ക് അമ്മയോട് പറയാൻ സാധ്യമല്ല. അപ്പൊ അത് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? ഈ വഴിയിലൂടെ തന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ അപരാധങ്ങളെല്ലാം ആ പാദത്തിൽ വെച്ച് നമ്മള് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണേ എന്ന് നമ്മൾ പറയണം. ദേവീ ഭക്തന്മാര് നിത്യവും പൂജകൾ, അതായത് ദേവിയുടെ നിത്യ പൂജകള്, മന്ത്രജപങ്ങള്, പാരായണങ്ങള് ഒക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് ചൊല്ലേണ്ടുന്ന മന്ത്രമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം എന്താ? നമുക്കറിയാം, നമ്മൾ എല്ലാ പൂജ കഴിഞ്ഞ് അവസാനമാണ് ക്ഷമാപണം പറയുക. നമ്മളെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാരോടും പറയും, നല്ല ഫംഗ്ഷൻ ആയിരുന്നോ, ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കാരണം ഞാൻ എല്ലാം നല്ലതായിട്ട് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാം അല്ലെ. എല്ലാ ഫംഗ്ഷനും നമ്മൾ അവസാനം പറയാറുണ്ട്. എന്തെങ്കിലും
ഇതില് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ എന്ന് നമ്മൾ ഒരു ചെറിയ പാർട്ടി നടത്തിയാൽ പോലും പറയാറുണ്ട്. അപ്പൊ ഈ ജഗദംബിക നമ്മളെ എന്താ പറയാ ഇത്രയും വലിയൊരു പ്രപഞ്ചമാകുന്ന മടിത്തട്ടില് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടുകൂടി ആ അമ്മ തന്നെ പഞ്ചീകൃതമായിട്ടിരുന്നുകൊണ്ട് പഞ്ചഭൂതം നിർമ്മിച്ചുകൊണ്ട് നമുക്കും ശരീരം തന്നുകൊണ്ട് നമ്മുടെ കൂടെ കൈപിടിച്ച് നമ്മുടെ ആത്മാവായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഇരിക്കുന്ന അമ്മയോട് നമ്മൾ എന്താ പറയണ്ടേ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പ്രാവശ്യം മാപ്പ് പറയണം അമ്മയോട്, ഇല്ലേ? അപ്പൊ അവിടെ നമ്മുടെ ഉപാസന എന്ന് പറയുന്ന അമ്മയെ ഓർക്കുന്ന സമയം, നമ്മളൊരു ദിവസം ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ആയിരിക്കും അമ്മയുടെ ജപങ്ങളൊക്കെ ചെയ്യാം. അപ്പോ ആ സമയം അതിന് ശേഷമെങ്കിലും എപ്പോഴും പറയണ്ട. നമ്മളിപ്പോ ദ്രൗ ശാന്തി അന്തരീക്ഷം ശാന്തി ഒക്കെ പറയുന്നു, അതും അമ്മയ്ക്ക് ഒരു ശാന്തി കൊടുക്കുകയാണ് നമ്മള്. അപ്പൊ നമ്മുടെ പൂജകള് രാവിലെ ആയാലും വൈകിട്ടായാലും കഴിയുമ്പോ ഇതിൽ അറിയാവുന്ന ഒരു ശ്ലോകമെങ്കിലും എടുത്തിട്ട് അമ്മ ക്ഷമിക്കൂ അമ്മ. ആ ക്ഷമ എന്നുള്ള വാക്ക് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇതെല്ലാം ക്ഷമിച്ച് വീണ്ടും വാരി വാരി തരാനായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അവിടെ ഈ ക്ഷമ ചോദിക്കുന്നതിലൂടെ ഒരു ഭക്തൻ നേടുന്നത്. നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് അമ്മ വീണ്ടും തരാനില്ലേ? ആ അമ്മയോടാണ് നമ്മൾ ക്ഷമ ചോദിക്കണമെന്ന് മനസ്സിലാക്കണം. നമുക്ക് അതുകൊണ്ട് ഒന്നും നഷ്ടം വരാനില്ല. നമുക്ക് നഷ്ടം വരാനില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഓരോ അസുരന്മാരെയും കൊല്ലാനായിട്ട് മഹിഷമർദ്ദിനിയായിട്ട് അല്ലെ മധുകൈടവന്മാരെ വധിക്കാനായിട്ട് ആ ഒരു ബ്രഹ്മാവിനെ ആ ഒരു വിഷ്ണുവിനെ ഉണർത്താനായിട്ട് ബ്രഹ്മാവിന്റെ സ്തുതിയിലൂടെ വന്ന ദേവി. മഹിഷാസുരൻ എന്ന് പറയുന്ന ആ ഉഗ്ര എന്താ പറയാ മഹിഷനെ അല്ലെ നമ്മുടെ ആ തെറ്റായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് മഹിഷാസുരൻ അല്ലെ. ആ ഒരു മഹിഷം എന്ന് പറയുന്ന പോത്തിന്റെ ബുദ്ധി എന്ന് പറയും. അതിനെ കൊല്ലാനായിട്ട് മഹിഷമർദ്ദിനിയായിട്ട് ആ ശുംഭ നിശുംഭന്മാരെ വധിക്കാനായിട്ട് മഹാസരസ്വതിയായിട്ട് എത്ര രീതിയിലാണ് അമ്മ വന്നിരിക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് അല്ലെ. ഭദ്രകാളിയായിട്ട് ദാരുകനെ നിഗ്രഹിക്കാൻ ഇവരെല്ലാം അമ്മയുടെ മക്കൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്യണമെന്ന് കണ്ടാല് അമ്മ വരികയാണ് ഉടനെ ആയുധങ്ങളും കൊണ്ട് ആ അസുരന്മാരെ ഇല്ലാതാക്കാനായിട്ട്. കാരണം എന്താ? അമ്മയ്ക്ക് അമ്മയുടെ മക്കള് സുഖമായിട്ടിരിക്കണം, അവർക്ക് കുഴപ്പമൊന്നും വരരുത്. ദാരുക നിഗ്രഹത്തിന് ശേഷം ശരീരത്തിലെല്ലാം മുറിവ് പറ്റി അമ്മ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. അമ്മയ്ക്ക് മുറിവ് വച്ച് കെട്ടുകയാണ്. ഇന്നും അത് ചാന്താട്ടം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂര് നടത്തുന്ന അമ്മയുടെ മുറിവുകളെ വെച്ച് കെട്ടുക. കാരണം എന്താ? രക്തം ആ ഒരു ദാരുകന്റെ പല അസ്ത്രങ്ങളേറ്റ് അമ്മയുടെ ശരീരം മൊത്തം മുറിവാണ്. അമ്മയ്ക്ക് എന്തിനിത് ചെയ്യണം? ഒരു അമ്മയ്ക്ക് മാത്രമേ ജീവനെ ത്യജിച്ചുകൊണ്ട് മക്കളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അത് തന്നെയാണ് ജഗദംബിക നമ്മളോട് ചെയ്യുന്നത്. ഓരോ സ്തോത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ദേവി മഹാത്മ്യമാവട്ടെ, എന്താ പറയാ ഇങ്ങനെയുള്ള ലളിതാ സഹസ്രനാമമാവട്ടെ, അമ്മ ലളിതാ ത്രിപുര സുന്ദരി ചിതഗ്നികുണ്ടത്തിൽ നിന്ന് എന്തിനാ വന്നേ? പണ്ടാസുരൻ എന്ന് പറയുന്ന അസുരൻ എന്റെ മക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ഇല്ലേ എല്ലാ 14 ലോകങ്ങളിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് കണ്ട അമ്മ വരികയാണ് ചിതഗ്നികുണ്ടത്തിൽ നിന്ന്. എന്തിനാ? ദേവന്മാരുടെ കാര്യം സാധിച്ചു കൊടുക്കാൻ. തന്നെ നിഷ്കളങ്കമായിട്ട് പൂജിക്കുന്നവരാണ് ദേവന്മാര്. തനിക്ക് വേണ്ടി ഒന്നും വയ്ക്കാതെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ള തോന്നലുള്ളവരെ പ്രകാശിക്കുന്നവരാണ് ദേവന്മാര്. അവർക്ക് വേണ്ടി അമ്മ വരുന്നു. 4 ദിവസവും 4 പകലും 4 രാത്രിയും അമ്മയുടെ ശക്തി സൈന്യങ്ങള് ആ ഓരോ ഭക്തരെയും അല്ലെ തന്റെ മക്കളെ സംരക്ഷിക്കാൻ അമ്മ ആ ശ്രീചക്രത്തിൽ ആരൂഢയായിരുന്നുകൊണ്ട് അനേക ചതുഷ്ഷഷ്ടി കോടി യോഗിനികളുമായിട്ട് വന്നിട്ടാണ് അമ്മ യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് തന്റെ മക്കളെ രക്ഷിച്ചിട്ട് അമ്മ സന്തോഷമായിട്ട് ശ്രീപുരങ്ങളില് 16 ശ്രീപുരമാണ് ഈ പറയുന്ന പർവ്വതങ്ങളിലും ഭൂമിയിലുമായിട്ട് അവിടെ അമ്മ സ്ഥിരവാസം ചെയ്യണം തന്റെ ഭർത്താവായിരിക്കുന്ന കാമേശ്വരനുമായിട്ട്. കാരണം എന്റെ മക്കൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ വിളിച്ചാൽ ഞാൻ ഓടി വരണ്ടേ. അതായത് ഈ 16 സ്ഥലങ്ങളില് ദേവി ശ്രീപുരത്തിലെ ചിന്താമണി ഗൃഹത്തില് വാണരുളുന്നു എന്ന് ലളിത ഉപാഖ്യാനം പറയുന്നു. എന്താ ഇതിനൊക്കെ കാരണം? ബാക്കിയുള്ള ദേവതമാരൊക്കെ എന്താ ഇങ്ങനെ ചെയ്യാത്തത്? കാരണം ബാക്കി അനേക കോടി ദേവതമാരില്ലേ? അവര് വന്നിട്ട് അവരെ വിളിക്കുന്നു, അവര് അനേക കോടി തപസ് ചെയ്ത് അനേക എന്താ പറയാ വർഷങ്ങൾ തപസ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. ചോദിക്കുന്നത് കൊടുക്കുന്നു, അവർ അപ്രത്യക്ഷരാകുന്നു. അമ്മയോ? അമ്മ നമ്മുടെ കൂടെ ഇനിയും എന്റെ മക്കള് വിളിക്കും, അവർക്ക് വേണ്ടി ഞാൻ പോണമെന്ന് പറഞ്ഞ് അമ്മ അവിടെ താമസമാക്കുകയാണ് ഇല്ലേ. ഇതുപോലെ കരുണയുള്ള ഒരു അമ്മയോട് നമുക്ക് എങ്ങനെ അപരാധം ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ശങ്കര ഭഗവത്പാദർ പറയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അമ്മ, കുറച്ചൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തു. എന്റെ ഈഗോ എന്റെ ഉള്ളിലുണ്ട്. അമ്മയോടാണെങ്കിലും മക്കൾക്ക് ഈഗോ വരാം ഇല്ലേ. അമ്മയോട് മിണ്ടാതിരിക്കുന്ന മക്കളുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് ഒരു ഈഗോ വന്നു, ഞാൻ അപരാധങ്ങൾ ചെയ്തു പോയി. ഇന്ന് ഞാൻ തിരിച്ചറിയണു ഞാൻ ചെയ്തത് അപരാധമാണെന്ന്. അപ്പൊ ഇന്ന് ഈ ശരീരം ഇരിക്കുമ്പോൾ ഞാൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും അമ്മ? അതുകൊണ്ട് എനിക്ക് എന്റെ വാക്ശക്തിയായിട്ടിരിക്കുന്ന
ആ അമ്മ ഉള്ളപ്പോ ആ വാക്കിലൂടെ തന്നെ ഞാനിതാ അപരാധമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാൻ പോവാണ് അമ്മ. അത് കേട്ടിട്ട് ഇനി എന്താ അമ്മയുടെ ഡിസിഷൻ? അമ്മ ചെയ്യൂ. എന്നെ ശിക്ഷിക്കണോ? ശരി. അല്ല രക്ഷിക്കണോ? അതും അമ്മയുടെ ഇഷ്ടം. യഥേച്ഛസി തഥാ കുരു. ഇത് തന്നെയല്ലേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണത്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അർജുന എന്താ പറയാ, നീ ഞാൻ പറഞ്ഞതെല്ലാം കേക്കൂ, എന്നിട്ട് നിന്റെ ബുദ്ധിയാകുന്ന മൂശയില് ഇട്ട് നല്ലവണ്ണം ചിന്തിച്ചിട്ട് നീ എന്താ ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യൂ. അല്ലെ? വ്യാമിശ്രേത് തഥശീർഷാനി യഥേച്ഛസി തഥാ കുരു. നിന്റെ ബുദ്ധിയാകുന്ന മൂശയിലിട്ടിട്ട് നീ ചിന്തിക്കുക. നമ്മളിത് കേൾക്കുക, നമുക്കിത് ശരിയാണെന്ന് തോന്നണമെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. കാരണം എന്റെ അറ്റാച്ച്മെന്റ് വേറെ എന്തിനോടെങ്കിലും ആണെങ്കിൽ ആയിക്കോട്ടെ, അല്ല അമ്മയോടാണെങ്കിൽ ഇത് തന്നെ നമുക്ക് പറയാൻ പറ്റണം. കാരണം പറഞ്ഞു കഴിഞ്ഞാലോ ഡിസിഷൻ അമ്മയുടേതാണ്. അത് അമ്മ എടുത്തോട്ടെ, നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ചെയ്ത കുറ്റങ്ങൾക്ക് നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അല്ലെ? കർത്തും അകർത്തും അന്യഥാ കർത്തും, ചെയ്യാനും ചെയ്തതിനെ മാറ്റി ചെയ്യാനും ഇനി ചെയ്തതിനെ എല്ലാം തന്നെ മായ്ച്ചു കളയാനുമുള്ള ആ മഹാരാജ്ഞിയായിരിക്കുന്ന അമ്മയാണ് നമുക്കുള്ളത്. ആ അമ്മയോട് നമുക്ക് ഓരോ അപരാധങ്ങളും തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ കറ കഴുകിക്കളയാൻ പറ്റൂ. പാപങ്ങളുടെ കറ. നമ്മൾ കത്തിയാലും നമ്മൾ പറയില്ലേ, കത്തിയെടുത്ത് കുത്തിയാലും കുഴപ്പമില്ല, ഒരു അടി തന്നാ വിഷമമില്ല, ശരീരത്തിന്റെ വേദന പോവും, മനസ്സിന്റെ വേദന ഒരിക്കലും പോവില്ല. ഞാൻ അത്രയും സ്നേഹിച്ച വ്യക്തി എന്നെ കുത്തി മുറിവേൽപ്പിച്ചു. ഒരടി തന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ട്, ഒരടി തന്നാൽ അതങ്ങ് മറന്നു പോകും ആ വേദന. പക്ഷെ ഇതോ ഓരോ ദിവസവും നീറ്റിക്കൊണ്ടിരിക്കുന്ന വേദനയാണ്. അവരെന്താ എന്നോട് അങ്ങനെ ചെയ്തത്? ഇത്രയും സ്നേഹത്തിലിരുന്ന് അവരെന്താ എന്നെ ഇങ്ങനെ മുറിവേൽപ്പിച്ചത്? ആ മുറിവിന്റെ വേദന ശാപമായിട്ട് തന്നെ വരും. അപ്പൊ ഈ അമ്മയെ വേദനിപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? അമ്മ ശപിക്കുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മുടെ അപരാധങ്ങളെല്ലാം തന്നെ കർമ്മങ്ങള് നമുക്ക് എന്തുകൊണ്ട് ഒരു ഉപാസനയിൽ കയറിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല? ആ ഉപാസനയെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അവിടെ തടസ്സങ്ങളായിട്ട് എന്ത് വരുന്നു? ഞാൻ അറിയാതെ എന്തൊക്കെയാണ് നമുക്ക് വന്ന അപരാധങ്ങൾ, അല്ലെ? ഫ്ലോസ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വേറൊരാൾ വന്ന് പറഞ്ഞു തരില്ല. അത് ഗുരുവിന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരാൾക്കും പറയാൻ പറ്റില്ല. നീ ഇന്നതൊക്കെ ചെയ്യുന്നതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നീ അത് മാറ്റൂന്ന് നമുക്ക് ഗുരുപരമ്പര, ഗുരു നമുക്ക് ഉപദേശം തന്ന് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. വേറെ ആരാ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്? ഒരമ്മ, അല്ലെ? സ്വന്തം പെറ്റമ്മ, ഇല്ലെങ്കിൽ നമ്മുടെ പോറ്റമ്മ, ഏതാണെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ജഗദംബിക അമ്മ എങ്ങനെ വന്ന് നമ്മളെ കറക്റ്റ് ചെയ്യും? നമ്മുടെ ഉള്ളിൽ എല്ലാം സഹിച്ച്, അല്ലെ? നിശബ്ദയായിട്ട് ഇരിക്കുകയാണ് അമ്മ, അല്ലെ? എന്തിനും ഒരു പരാതിയില്ല, വെറുതെ ഇരിക്കുകയാണ്. കാരണം ഇതെല്ലാം കണ്ട ഒരു നാടകം പോലെ എപ്പോഴെങ്കിലും വരുമ്പോ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അത് വേദനിപ്പിക്കാൻ പാടില്ല. വിളിച്ചോണ്ട് വന്ന് അവനവന്റെ ഹൃദയത്തില് ഗുരുമന്ത്രം ജപിച്ച് ചിന്താമണി ഗൃഹത്തിൽ ചെന്ന് ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മയെ. ആ അമ്മയെ ആ ഒരു മഹാസിംഹാസനത്തില്, ആ പഞ്ചബ്രഹ്മാസനത്തില്, ആ ഹൃദയത്തിന്റെ ഉള്ളറയില്, ഏറ്റവും സ്നേഹത്തില്, ആ ഹൃദയ ഗുഹയിൽ വച്ച് തന്നെ നമ്മൾ ആരാധിക്കണം. അമ്മയ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും രാവിലെ മുതൽ രാത്രി വരെ? അമ്മയോട് എത്ര സമയം ഇരിക്കാൻ പറ്റും? അതാണ് ഉപാസന. എത്ര സമയം എനിക്ക് ചിന്തിക്കാൻ പറ്റും? എല്ലാവരിലും അമ്മയെ കാണാൻ പറ്റുമോ? അമ്മയുടെ വൈഭവം. അമ്മ ഈ പ്രപഞ്ചമാതാവാണ്. എന്റെ മാത്രമല്ല, ഒരു പുഴുവിന്റെ മുതൽ ബ്രഹ്മാവിന്റെ വരെ അമ്മയാണ്. ആ അമ്മയാണ് സമയമെടുത്ത് എന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റേത് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്ന എന്റെ ഹൃദയത്തില്, എന്റെ ആത്മാവായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? എല്ലാം ചെയ്യാൻ പറ്റും, ഇല്ലേ? ഓരോ കർമ്മങ്ങളും, ജപോ ജൽപ ശില്പം, അല്ലെ? നമ്മൾ രാവിലെ ജപിക്കുന്നത് മുതൽ, ഉണരുന്നത് മുതലുള്ള പ്രദക്ഷിണം, കിടക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളും, അല്ലെ? ആ എന്താ പറയാ, ശിവമാനസ പൂജയെ പറഞ്ഞ പോലെ ഗിരിജാത്വം. ഗിരിജ ആരാണ്? അല്ലെ? ഗിരിജാത്വം നമ്മുടെ ആ ഒരു ഗിരിജയായിട്ടിരിക്കുന്നതും ശിവനായിട്ടിരിക്കുന്നതും നമ്മുടെ ഉള്ളില്. എന്റെ ശരീരമായിട്ട്, ശരീരം ഗ്രഹം, ഈ ഗ്രഹത്തിലിരിക്കുന്ന അമ്മ. അപ്പൊ എന്താ വേണ്ടത്? ആ അമ്മയ്ക്ക് ചെയ്യുന്ന ഓരോ പൂജ, നമ്മൾ നടക്കുന്നതെല്ലാം അമ്മയ്ക്ക് പ്രദക്ഷിണമാവട്ടെ. നമ്മൾ അശനം, നമ്മൾ കഴിക്കുന്നത്, ഇല്ലേ, നമ്മൾ കിടക്കുന്നത് അമ്മയുടെ മടിയിലാവട്ടെ. നമ്മുടെ ചിന്ത, നമ്മുടെ നിദ്ര ആ സമാധി സ്ഥിതിയാവട്ടെ. അപ്പോ എന്തൊക്കെ എന്ത് ചെയ്താലും അമ്മേ തവ പൂജനം, അമ്മയ്ക്കുള്ള പൂജയായിട്ട് തീരട്ടെ. ഈ ഒരു ആറ്റിറ്റ്യൂഡില് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്താലും മതി, അമ്മ അതില് സന്തോഷപ്പെടും. അപ്പോ ഈ ഒരു ക്ഷമാപണത്തോടെ ചെയ്യുന്ന സമർപ്പണം, ഇത് ഓരോ മഹത്തുക്കളായിട്ടുള്ള എത്രയോ ദേവി ഉപാസകന്മാരെ കാലാകാലങ്ങളായിട്ട് അവരുടെ ഉപാസന അവസാനം ഈ സമർപ്പണം ചെയ്ത് ക്ഷമാപണത്തോടു കൂടിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവരൊക്കെ മഹത്തുക്കളായിട്ട് തീർന്നത്. എല്ലാ ദേവി ഉപാസകന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു 12 ശ്ലോകങ്ങളാണ് ഈ പറയപ്പെടുന്നതെല്ലാം തന്നെ. അപ്പോ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം.
ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയണു നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങള്. ന മന്ത്രം നോ യന്ത്രം തദപി ജന ജാനേ സ്തുതി മഹോ ന ചാഹ്വാനം ധ്യാനം തദപി ജന ജാനേ സ്തുതി കഥാഹ ന ജാനേ മുദ്രാസ്തേ തദപി ജന ജാനേ വിലപനം പരം ജാനേ മാതസ് തദനുസരണം ക്ലേശഹരണം. ആദ്യം തന്നെ എന്താ പറയുന്നത്? അപ്പോൾ എനിക്ക് മന്ത്രം അറിയില്ല, മന്ത്രമോ യന്ത്രമോ എനിക്കറിയില്ല, സ്തുതിയും അറിയില്ല, ആവാഹന ധ്യാനാദികൾ ഒന്നും അറിയില്ല, സ്തുതി കഥയോ സ്തുതി കഥനം അല്ലെ, സ്തുതിച്ചുകൊണ്ട് കഥ പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോ നിൻ തിരുവടിയുടെ മുദ്രയാണെങ്കിലോ അതും എനിക്കറിയില്ല. അപ്പോ വിലപിക്കാനും എനിക്ക് വശമില്ല. അപ്പൊ ഒന്ന് മാത്രം അറിയാം. എന്താ എനിക്ക് അറിയുന്നത്? പരം ജാനേ, എനിക്ക് ഒന്നേ അറിയാവൂ. എന്താണ്? മാത, അല്ലയോ അമ്മേ, തദനുസരണം, അമ്മയെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി, അമ്മ എന്നൊന്ന് വിചാരിച്ചാൽ മതി, ക്ലേശഹരണം, എന്റെ എല്ലാ ക്ലേശങ്ങളും എത്ര ദുഃഖങ്ങൾ ഉണ്ടാവട്ടെ, അമ്മ എന്നൊന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ ഒരു വലിയ പിടിവള്ളി കിട്ടിയ പോലെയാണ് അല്ലെ. അമ്മ എന്റെ കൂടെ ഉണ്ട് എന്ന് വിളിക്കുമ്പോ എന്റെ ആ ഒരു ഒറ്റ വിളിയിൽ തന്നെ എന്റെ ക്ലേശങ്ങളെല്ലാം, ക്ലേശഹരണം, ക്ലേശത്തെ ഇല്ലാതാക്കുന്നു. എനിക്ക് മന്ത്രം അറിയില്ല, യന്ത്രം അറിയില്ല, സ്തുതി അറിയില്ല, ആവാഹനങ്ങൾ അറിയില്ല, ധ്യാനം അറിയില്ല, സ്തുതിക്കാനും അറിയില്ല. പക്ഷെ എനിക്ക് എന്താ പറയാ, മുദ്രകളൊന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ എനിക്ക് അമ്മയുടെ മുമ്പിൽ ചിലരുണ്ടല്ലേ പൊട്ടിക്കരയുക, അമ്മയുടെ മുമ്പിൽ ചുമ്മാ നിന്ന് കരയും, എനിക്കൊന്നുമില്ല അല്ലെ, ഭൂമിയിൽ ഇല്ലാത്ത കാര്യങ്ങളെയൊക്കെ ഓർത്ത് പറഞ്ഞു കരയും ഓരോന്നോരോന്നായിട്ട്. അതും എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, അമ്മേ, നിൻ തിരുവടിയെ സേവിക്കുന്നത് ക്ലേശങ്ങൾക്കെല്ലാം ശമനമാണെന്ന് മാത്രമേ എനിക്കറിയാവൂ. അമ്മയോടുള്ള ഒരു ദീനമായിരിക്കുന്ന പ്രാർത്ഥനയാണിത് അല്ലെ. ആ ഭാവം ഉൾക്കൊണ്ട് വേണം നമ്മളും പ്രാർത്ഥിക്കാൻ. കാരണം ശങ്കരാചാര്യ സ്വാമികള് എന്താണ് നമുക്ക് എല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി എന്തിനിങ്ങനെ എഴുതി? നമ്മുടെ ആ ഒരു അമ്മയുടെ ആ ഒരു ഡിസ്റ്റൻസ്, നമ്മൾ അമ്മയുമായിട്ട് കുറെ അകന്നിരിക്കുകയാണ് ഇപ്പോ, അടുത്തിട്ടില്ല. അടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ല അല്ലെ. അപ്പൊ അകന്നിരിക്കുന്ന നമ്മള് ആ അകൽച്ച മാറ്റണമെങ്കിൽ ഇത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞ അമ്മയുമായിട്ട് കൂടുതൽ എത്രത്തോളം ഒരു കുഞ്ഞിന് അമ്മയുടെ ഉള്ളിലിരുന്നവരാണ് നമ്മൾ. പുറത്തു വന്നു എന്നേ ഉള്ളൂ. ഇനിയും അവിടേക്കാ തിരിച്ചു പോക്ക്. കാരണം ഇവിടെ കുറച്ചു നാളത്തേക്കാണ് അമ്മ തന്നിരിക്കുന്ന രൂപങ്ങളെല്ലാം. ഇത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം. അപ്പോ എന്താ വേണ്ടത്? ആ ദീനമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. കാരണം മറന്നുപോയി ഞാൻ, അമ്മ എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ചെയ്തില്ല എന്നല്ല പറയുന്നത്, എനിക്കറിയില്ല. അപ്പൊ ആ ഭാവം ഉൾക്കൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മള് ആ അപരാധ ക്ഷമാപണമാണ് ചെയ്യുന്നത്. അപരാധം ചെയ്തു, അത് ക്ഷമിക്കണേ അമ്മേ. അപ്പൊ അരുതാത്തത് ചെയ്യുന്ന, എന്താണ് ഈ അപരാധം എന്ന് പറയുന്നത്? നമ്മൾ അരുതാത്തത് ചെയ്യുന്നതിനെയാണ് അപരാധം എന്ന് പറയുന്നത് അല്ലെ. ഇനി ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും അപരാധമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ്. ഒമിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കല്. ചെയ്യേണ്ട കർത്തവ്യം എന്താ? നമ്മളെ ജനിപ്പിച്ച അമ്മയെ നമ്മൾ അറിയണം അല്ലെ, ഭജിക്കണം. അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന നിത്യകർമ്മങ്ങൾ, ഒരു പരമ്പര പറഞ്ഞിരിക്കുന്ന എല്ലാം ചെയ്യണം. അതാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്. ഒരു മകള് ഉണ്ടായിക്കഴിഞ്ഞാൽ മകൾക്ക് അമ്മയെ നോക്കണം. വിവാഹം കഴിഞ്ഞു പോയി നമുക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ തന്നെയും അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അത് കമ്മിറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ആ കമ്മിറ്റ്മെന്റ് വന്നത്? അമ്മയുടെ മകളാണ് ഞാൻ, ജനിക്കാൻ കാരണം എന്റെ അമ്മയാണ്. അപ്പോ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കൽ, അതിനെ ഒമിഷൻസ് എന്ന് പറയും. കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പറയാ, ഈ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുക, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ സ്വധർമ്മം അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ വേറൊരാളുടെ കമ്മിറ്റ്മെന്റ്സ് എടുക്കുക, അതും നമ്മൾ ചെയ്യുന്ന അപരാധമാണ്. അപ്പൊ ഈ രണ്ടും അപരാധത്തിന്റെ പട്ടികയിൽ വരും. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും, ഇത് രണ്ടിനെയും ശാസ്ത്രങ്ങള് അല്ലെങ്കിൽ വേദങ്ങള് എല്ലാം തന്നെ അപരാധങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ വേദശാസ്ത്രങ്ങൾ വിധിച്ചിരിക്കുന്ന 4 തരം കർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നിത്യകർമ്മങ്ങള്, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യ കർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. അപ്പൊ നിത്യവും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ നമ്മൾ നിത്യകർമ്മം എന്നും അല്ലെ, വി മസ്റ്റ് ഡു ഇറ്റ്, ചെയ്തേ തീരൂ. അത് ഓരോരുത്തരും വർണ്ണ ആശ്രമ ആ ഒരു സ്ഥാനഭേദം അനുസരിച്ച് നമ്മൾ മാറും. അവര് അത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യണം. എല്ലാവർക്കും ഒരേ നിത്യകർമ്മം അല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രാരാബ്ധങ്ങള് അല്ലെങ്കിൽ ചുമതലകള് ഇവയ്ക്ക് അനുസരിച്ച് വേണം നിത്യകർമാനുഷ്ഠാനം ചെയ്യാൻ. അപ്പൊ ഇതിന് അങ്ങനെ നമ്മളിപ്പോ വർണ്ണാശ്രമ ധർമ്മം വെച്ച് നോക്കുകയാണെങ്കിൽ ഈശ്വര പൂജയിൽ മുഴുകിയിരിക്കുന്ന ബ്രാഹ്മണർക്ക് നിത്യകർമ്മങ്ങൾ വളരെ വിപുലമായിട്ട് ആ ഒരു നിഷ്ഠയോടെ ചെയ്യണം. അത് നിർബന്ധമാണ്. കാരണം എന്താ? അവരുടെ കർമ്മം തന്നെ പൂജാകർമ്മങ്ങളാണ് അല്ലെ.
വൈദിക കർമ്മങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന രാവിലെ കഴിക്കുക, കുളിക്കുക, ഗായത്രി ജപിക്കുക, ഇതൊക്കെ അവർക്ക് ചെയ്തേ തീരുള്ളൂ. കാരണം അവരുടെ പ്രധാന ജോലി അതാണ്. അവര് 100% അത് ചെയ്യണമെന്ന് ശാസ്ത്രവിധി. ഇനി മറ്റു ജാതിക്കാരാണെങ്കിലോ, ജാതി വെച്ച് നോക്കുകയാണെങ്കിൽ വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ജാതിക്കാരെന്താ, ക്ഷത്രിയർ, ഇവർക്കൊക്കെ അവരുടെ പ്രകൃതിക്ക്, അതായത് അവരുടെ വാസനകൾക്കനുസരിച്ച് ചെയ്യണം. മറ്റുള്ള കർമ്മങ്ങള് ജീവിത മാർഗത്തിനായി ചെയ്യേണ്ടവരാണ് അവര്. കാരണം നിത്യകർമ്മങ്ങളിൽ മാറ്റം വരാം. കാരണം അവർക്ക് ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. നിത്യകർമ്മം നമ്മുടെ ജീവിത അനുസന്ധാനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അല്ലേ. നമുക്ക് വരുമാനം വേണം, കുടുംബത്തെ പോറ്റണം, രാവിലെ പോകണം. അതിനു മുമ്പേ കുറച്ച് സമയമേ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു ജാതി ധർമ്മങ്ങൾക്കനുസരിച്ച് അത് മാറും. അപ്പോ ജീവിത മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളില്, നിത്യകർമ്മങ്ങളില് കുറച്ച് മാറ്റങ്ങൾ അവർക്ക് മാറ്റം വരുത്താം. അതിനെയാണ് നമ്മള്, പക്ഷെ ചെയ്യുന്നതിൽ എന്താ വേണ്ടത്, നമ്മുടെ ശ്രദ്ധ അല്ലെ, ശ്രദ്ധ, സമയം, ആ കമ്മിറ്റ്മെന്റ് എല്ലാം ബ്രാഹ്മണര് ചെയ്യുന്ന പോലെ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് ചെയ്യണമെന്നില്ല. അതിൽ കുറച്ചൊക്കെ ആ ഒരു ലിബറേഷൻ തന്നിട്ടുണ്ട്. ബ്രാഹ്മണരെ സത്വഗുണ പ്രധാനികളായിട്ടാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെയോ രജോ ഗുണമാണ് അവർക്ക് പ്രധാനം. ഇപ്പൊ കൃഷിക്കാരൻ, അല്ലെങ്കിൽ ഒരു സൈനികൻ, ഡോക്ടർ, എഞ്ചിനീയർ, എല്ലാവരും അവരവരുടെ രീതിക്ക് നിത്യകർമ്മങ്ങൾ ചെയ്യണം ഇല്ലേ. പക്ഷെ ഇതിനെല്ലാം ആ ഒരു എക്സംഷൻസ് ഉണ്ട്. കാരണം അവർക്ക് ചില കാര്യങ്ങൾ ഇത്രയും 1 മണിക്കൂർ വിപുലമായിട്ടിരുന്ന ഇത്രയും ജപിക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോ ആ ഒരു ബ്രാഹ്മണർക്ക് അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറയാൻ കാരണം എന്താ, അവര് ബ്രാഹ്മണ കുലം എന്ന് പറയുന്നത് വൈദികം, അവര് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇത്രയും ചെയ്തെങ്കിലേ ബാക്കിയുള്ളവർക്ക് അല്ലേ, നിത്യ അനുഷ്ഠാനങ്ങളിൽ പൂജകള്, അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് വേറൊരാള് ചെന്ന പൂജ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് കർമ്മബലം ഉണ്ടാവണം. അവരതില് പ്രാവീണ്യരായിരുന്നാൽ മാത്രമേ വേറൊരാൾക്ക് ചെയ്തു കൊടുത്താൽ അതിൽ ഫലമുള്ളൂ. അതുകൊണ്ട് അവർക്ക് അതിൽ വിട്ടുവീഴ്ചയില്ല. അപ്പൊ ചെയ്തേ മതിയാവൂ. ഇനി നിമിത്തവശാൽ വന്ന്, ഇതിനാണ് നമ്മൾ നിത്യകർമാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിമിത്തവശാൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ, അതിനെയാണ് നമ്മൾ നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. നിമിത്തം എന്നാൽ എന്താ, എല്ലാ ദിവസവും ഇല്ല, വിശേഷമായിട്ട് ചിലപ്പോൾ മാത്രം വന്നു ചേരുന്നത്. വീട്ടിലൊരു ജനനം ഉണ്ടായി അല്ലെ, അപ്പൊ ആ കുഞ്ഞിന് നമുക്ക് എന്താ പറയാ, നാമകരണം, അന്നപ്രാശം, ചൂടാകർമ്മം തുടങ്ങി പല കർമ്മങ്ങളും കുഞ്ഞിന് ചെയ്യണം അല്ലെ. അത് നൈമിത്തിക കർമ്മമാണ്. ഇനി ആമാവാസി, പൗർണമി, അഷ്ടമി, ചതുർദശി തിഥികളിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങള്, പിതൃശ്രാദ്ധങ്ങള്, അതൊക്കെ വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ. ശ്രാദ്ധ കർമ്മങ്ങള്, വിവാഹം, ജന്മദിനം, ഗൃഹപ്രവേശ കർമ്മങ്ങള്, ഇതെല്ലാം തന്നെ നമുക്ക് നിമിത്ത കാരണങ്ങൾ കൊണ്ടുവരുന്ന കർമ്മമാണ്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യണ്ട, വരുമ്പോ മാത്രം ചെയ്യുക അല്ലെ. ഒക്കേഷണൽ ആയിട്ട് വരും, അപ്പോ ചെയ്യുക. അപ്പൊ വല്ലപ്പോഴും മാത്രമേ നമ്മൾ അത് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതും നമ്മൾ ചെയ്യണം, നൈമിത്തിക കാര്യങ്ങളും ചെയ്യണം. ഇനി കാമ്യകർമ്മങ്ങളോ, കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് അവനവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് വൈദികമായിട്ടും ലൗകികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്, ഈശ്വരാരാധന ചെയ്യാറുണ്ട് അല്ലെ. ഈശ്വരാരാധന മാത്രമല്ല, യജ്ഞങ്ങള്, ഹോമങ്ങള്, യാഗങ്ങള്. ഇപ്പൊ സ്വർഗകാമോ യജേത, നിനക്ക് സ്വർഗം വേണോ, അതിനും നമുക്ക് യജ്ഞങ്ങൾ ചെയ്യാം. അവനവന്റെ കാമനയ്ക്കനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് പൂജകൾ ചെയ്യാം, ഇല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യാം. ദശരഥൻ നമുക്കറിയാം, പുത്രകാമേഷ്ടി, പുത്രന്മാരുണ്ടാകാൻ ചെയ്തതാണ് പുത്രകാമേഷ്ടി യാഗം അല്ലെ. അപ്പോ ആ ഒരു കാമത്തിന് വേണ്ടി, പുത്രന്മാര് വേണം എന്നുള്ള കാമം എന്ന് പറഞ്ഞ ആഗ്രഹം, അതിനുവേണ്ടി ചെയ്യുന്ന ഇഷ്ടി എന്ന് പറഞ്ഞ യാഗം. അപ്പൊ ഇതെല്ലാവരും ചെയ്യണമെന്ന് ആവശ്യമില്ല, അവനവന് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യണ്ട. അപ്പൊ ഇനിയുള്ളതോ നിഷിദ്ധ കർമ്മങ്ങളാണ്. നിഷിദ്ധ കർമ്മങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എന്താ അത്, വേദശാസ്ത്രങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന, ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറയുന്ന, അന്ന കുര്യാത്, ഇത് ചെയ്യരുത്, ചെയ്താൽ പാപം വരും എന്ന് പറയുന്ന നിഷിദ്ധ കർമ്മങ്ങള് വളരെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ എഴുതി വച്ചിട്ടുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അതൊക്കെ, അസത്യം പറയുക, അഹിംസ, അതായത് ഹിംസ ചെയ്യുക, അന്യന്റെ മുതൽ അപഹരിക്കുക അല്ലെ, അന്യരെ ദുഷിക്കുക, ഇങ്ങനെ പറയുന്ന നമുക്ക് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യരുത്, ഇത് അപരാധമാണ്, അത് നിങ്ങൾക്ക് ഇത് ചെയ്താൽ അത് നിങ്ങൾക്ക് ദുഷ്ഫലങ്ങൾ കിട്ടും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഈ കർമ്മങ്ങൾ നമ്മൾ പാപകർമ്മങ്ങൾ, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു പോയാൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ത്, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. ഇപ്പൊ തെറ്റുകൾ ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട് അല്ലെ. ഇല്ലെങ്കിൽ എന്താ പറയാ, ചെയ്തത് എല്ലാം തന്നെ ചെയ്ത വ്യക്തി അനുഭവിക്കേണ്ടി തന്നെ വരും. ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഈശ്വരന്റെ മുന്നിൽ തന്റെ അപരാധങ്ങളെ തുറന്നു പറഞ്ഞ് ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നമ്മൾ പറയില്ലേ, പശ്ചാത്താപമേ പ്രായശ്ചിത്തം.